الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലാ ക്രോഡീകരിച്ച ഹദീസ് ഗ്രന്ഥമായ ഉംദത്തുൽ അഹ്കാമിൽ നിന്ന് കിതാബുൽ ബുയു ആണ്, കച്ചവടവുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് നാം വായിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആരംഭിച്ച അധ്യായം ബാബുർ റഹ്നി വഗൈരി, പണയവുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ അതുപോലെയുള്ള ചില കാര്യങ്ങളാണ് നാം വായിച്ചു വരുന്നത്. ഈ അധ്യായത്തിൽ അടുത്ത ഹദീസ് അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ أن النبي صلى الله عليه وسلم عامل أهل خيبر بشطر ما يخرج منها من ثمر أو زرع. ഹദീസ് ഉദ്ധരിക്കുന്നത് സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയാണ്. ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുള്ള സ്വഹാബികളിൽ ഒരാളാണ്. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമല അഹ്ല ഖൈബർ ബിശത്രി മാ യഖ്റുജു മിൻഹാ മിൻ സമറിൻ ഔ സറ. ഖൈബർ ഗോത്രക്കാർ അല്ലെങ്കിൽ ഖൈബറിലുള്ള ആളുകൾ ഉദ്ദേശിക്കപ്പെടുന്നത് യഹൂദികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദികളോട് ആമല എന്ന് പറഞ്ഞാൽ ഒരു കരാറിൽ ഏർപ്പെട്ടു എന്ന. എന്തിന്റെ കരാറിലാണ്? ബിശത്രി മാ യഖ്റുജു മിൻഹാ മിൻ സമറിൻ ഔ സറ. കൃഷിയിടങ്ങളിൽ അവർക്ക് കൃഷി ചെയ്യാനുള്ള അനുമതി നൽകിക്കൊണ്ട് അതിന്റെ പകുതി ലാഭം മുസ്ലിമീങ്ങൾക്കും പകുതി കൃഷി ചെയ്യുന്ന യഹൂദർക്കും എടുക്കാം എന്ന കരാറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏർപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൽ ഫഖ്ഹിയായിട്ടുള്ള ഫായിദകൾ, ഈ ബാബുമായി ബന്ധപ്പെട്ട ഫായിദകൾക്ക് പുറമെ ഒരുപാട് ഫായിദകൾ കൂടി ഈ ഹദീസിലുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഖൈബറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഖൈബർ മദീനയിൽ നിന്നും അടുത്തുള്ളൊരു പ്രദേശമാണ്. മദീനയിലെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശമാണ് ഖൈബർ എന്ന് പറയുന്നത്. മുസ്ലിമീങ്ങൾ ഹിജ്റ 8-ാം വർഷമാണ് അവിടെ ഫത്ഹാക്കിയത്. അതിനു മുമ്പ് യഹൂദരായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. ഷാമിലും മറ്റുമുണ്ടായിരുന്ന യഹൂദർ അവരുടെ വേദഗ്രന്ഥത്തിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മദീനയിൽ ഒരു പ്രവാചകൻ ശത്രുക്കളെ തുരത്തി എത്തുന്നതായിരിക്കും എന്നറിഞ്ഞുകൊണ്ടെത്തിയതാണ്. എന്നാൽ നമുക്കറിയുന്നത് പോലെ തന്നെ അവരുടെ പിൻഗാമികളിൽപ്പെട്ട ഒരാളായിരുന്നില്ല, ബനു ഇസ്രായേലിൽ നിന്നൊരാളായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിനാൽ ബനു ഇസ്മായിൽ നിന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു എന്നതിനാൽ അവർ ആ നബി അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, ആ നബിയുടെ ഏറ്റവും വലിയ ശത്രുക്കളായി തീരുകയും ചെയ്തു. അങ്ങനെ അവർ ഖൈബറിലും സമീപ പ്രദേശങ്ങളിലും അവർ താമസിച്ചിരുന്നു. പിന്നീട് ഹിജ്റ 8-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നമുക്കറിയുന്ന പ്രസിദ്ധമായ ഖൈബർ യുദ്ധത്തിലൂടെ ആ പ്രദേശം കീഴടക്കുകയായിരുന്നു. പിന്നീട് ആ സ്ഥലം മുസ്ലിമീങ്ങളുടെ കയ്യിലാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബികൾക്കൊക്കെ അതിൽ വലിയ സ്ഥലങ്ങൾ മുറിച്ചു കൊടുത്തിരുന്നു. അപ്പം അത്തരത്തിലുള്ള സ്ഥലങ്ങൾ മുസ്ലിമീങ്ങളുടെ കയ്യിലുണ്ട്. അപ്പം ആ സ്ഥലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദരുമായി കച്ചവട ഇടപാടിൽ ഏർപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. യഹൂദർ അവർ സമ്പത്തുണ്ടാക്കുന്നതിൽ അറിയപ്പെട്ട ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പണം ഉണ്ടാക്കുക എന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളാണ്. അതിനുവേണ്ടി തടിമറന്ന് അധ്വാനിക്കുന്ന ഒരു വിഭാഗമാണ് പഴയ കാലഘട്ടം മുതൽ തന്നെ യഹൂദർ എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള സാങ്കേതിക വിദ്യകളാകട്ടെ ഏത് നിലക്കാകട്ടെ തടി കൊണ്ട് അവർ അധ്വാനിച്ച് അവർ ഒരുപാട് പരിശ്രമിക്കുന്ന ആളുകളാണ്. കൃഷിയിൽ അവർക്ക് വലിയ കഴിവുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി കൃഷിയുമായി ബന്ധപ്പെട്ട ചില കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. പ്രത്യേകിച്ചും യഹൂദർ ഇന്നത്തെ പോലെയല്ല. ഇന്ന് മുസ്ലിമീങ്ങളോട് മുഹാരിബുകളായിട്ട് യുദ്ധം ചെയ്യുന്നവരായിട്ടാണ് യഹൂദരുള്ളത്. ഒരു നിലക്കുള്ള സഹകരണവും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു യഹൂദിയോടൊന്നും പാടില്ലാത്തതാണ്. എന്നാൽ അന്ന് അങ്ങനെയല്ല. അന്ന് അവർ മുസാലിമീങ്ങളാണ്, സമാധാന ഉടമ്പടിയിലാണെന്ന് കഴിഞ്ഞിരുന്നത്. കാരണം മുസ്ലിമീങ്ങൾക്ക് ശക്തിയുണ്ട്, മുസ്ലിമീങ്ങളുടെ കയ്യിലാണ് മുഴുവൻ ശക്തിയും. അതുകൊണ്ട് തന്നെ യഹൂദർ അന്ന് സമാധാന ഉടമ്പടിയിലാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇടപാടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഹദീസിൽ നിന്നുള്ള ഫായിദ പ്രധാനപ്പെട്ടത്, ഈ ബാബുമായി ബന്ധപ്പെട്ടത്, ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്താൻ സാധിക്കുമെന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്താം. യഹൂദരോട് ജവാദു തആമുലി മഅൽ യഹൂദ്, യഹൂദരോട്
ഇത്തരത്തിലുള്ള ഇടപാടുകൾ അനുവദനീയമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് എന്ത് ചെയ്തിട്ടുണ്ട്? കച്ചവടം നടത്തിയിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദിയകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിലൊരു യഹൂദ സ്ത്രീ നൽകിയിട്ടുള്ള ഒരു മാംസത്തിൽ നിന്നാണ്, ആട്ടിറച്ചിയിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് വിഷമേറ്റത് എന്നുള്ളത് കാണാൻ സാധിക്കും. അവിടുത്തെ വഫാത്തിന്റെ സമയത്ത് പോലും അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് ആ കാര്യം പറയുന്നുണ്ടായിരുന്നു. മാ സാലത് അക്ലതു ഖൈബറ തുആവിദുനി വൽ ആന അവാനു ഖിതാഇൽ അബ്ഹരി മിന്നി. ഖൈബറിൽ നിന്നും കിട്ടിയ ആ ഭക്ഷണം എനിക്കത് പ്രയാസമുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അതെന്റെ കണ്ടനാടി മുറിച്ചു കളയാറായിരിക്കുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായി അത് ഭക്ഷിച്ചിരുന്നില്ല. അവർ ചോദിച്ചു, നബിക്ക് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? പാട്ടിന്റെ മുൻഭാഗമാണ്, പ്രത്യേകിച്ചും അതിന്റെ കൈഭാഗമാണ് ഏറ്റവും ഇഷ്ടം എന്നറിയിച്ച പ്രകാരം അവർ ആ ഭാഗം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. പക്ഷേ അറിയാത്ത രൂപത്തിലുള്ള കടുത്ത വിഷം അതിൽ നൽകിയിരുന്നു. സ്വഹാബികളിൽ ചിലർ അത് കഴിക്കുകയും പിന്നീട് മരണപ്പെട്ടു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വായിൽ വെച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും വഹി ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിച്ചില്ല. പക്ഷേ എന്നിരുന്നാലും ആ വിഷം അവിടുത്തെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിരുന്നു. പിന്നീടുണ്ടായിരുന്ന 3 വർഷം, ഹിജറ 8 മുതൽ അവിടുന്ന് വഫാത്താകുന്ന ഹിജറ 11-ാം വർഷം വരെയും ഇതിന്റെ പ്രയാസങ്ങൾ അവിടത്തേക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവസാനത്തിൽ മരണകാരണമായി പറയുന്ന ഒന്നും ഈ വിഷം തന്നെയാണ്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദാണ്. അവിടുന്ന് മരണപ്പെട്ടിട്ടുള്ളത് അവിടുത്തെ വീട്ടിൽ നിന്നാണെങ്കിലും ശരി, ഈ വിഷമേറ്റ് മരിച്ചതിനാൽ അവിടുന്ന് ഷഹീദാണ് എന്ന് സ്വഹാബികളിൽ ചിലർ സത്യം ചെയ്ത് പറയുമായിരുന്നു. സംഭവം നമ്മൾ പറഞ്ഞത്, യഹൂദരായി മുസ്ലിമീങ്ങൾ ഇടപാടുകൾ നടത്തിയിരുന്നു. കാരണം അന്ന് ഇന്നത്തേതുപോലെ മുഹാരിബിങ്ങളല്ല, മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യുന്ന, അവരുടെ നാടുകളിൽ നിന്ന് പുറത്താക്കുന്ന രൂപത്തിലായിരുന്നില്ല. മറിച്ച് സഹകരിക്കുന്ന രൂപത്തിൽ സമാധാന ഉടമ്പടിയിൽ കഴിയുന്നവരായിരുന്നു യഹൂദർ എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അവർ പല കരാറിലും ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അവർ കരാർ ലംഘിച്ചു എന്നുള്ളതെല്ലാം സത്യമാണ്. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലമാകുമ്പോഴേക്കും മുഴുവൻ യഹൂദ നസ്രാണികളെയും ജസീറത്തുൽ അറബിൽ നിന്നും തുടച്ചു നീക്കി എന്നുള്ളതും ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് മുമ്പ് നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വസിയത്തും അത് തന്നെയായിരുന്നു. അഖ്രിജു അഹ്ലൽ കിതാബ് മിൻ ജസീറത്തുൽ അറബ്. ജസീറത്തുൽ അറബിൽ നിന്നും അഹ്ലുൽ കിതാബിനെ തുടച്ചു നീക്കണം, പുറത്താക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം ഹജ്ജത്തുൽ വദാ കഴിഞ്ഞ് മദീനയിലേക്ക് തിരിച്ചെത്തി മരണത്തിന് തൊട്ടുമുമ്പ് പറഞ്ഞ വസിയത്തുകളിൽ ഒന്നായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദരായിട്ട് ഇടപാടുകൾ നടത്തിയിരുന്നു. അവിടുത്തെ കുടുംബത്തിന് വേണ്ടി ഭക്ഷണം വാങ്ങുന്നതിന് വേണ്ടി അവിടുന്ന് പണയമായിട്ട് അവിടുത്തെ പടച്ചട്ട പോലും യഹൂദിയുടെ കയ്യിൽ വെച്ചിരുന്നു. അങ്ങനെ തന്നെയാണ് അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് അങ്ങനെയാണ് വഫാത്തായത് എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹദീസിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതേപോലെ യഹൂദരായ ചിലർ രോഗിയായി കിടക്കുന്ന സമയത്ത് അവരുടെ ഇസ്ലാം ആശ്ലേഷണം പ്രതീക്ഷിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സന്ദർശിച്ചിരുന്നു. ഒരു യഹൂദിയായ ഒരു ബാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ അടുക്കിലേക്ക് ചെല്ലുന്നത് ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനാണ്. അസ്ലിം, നീ മുസ്ലിം ആകണം എന്ന് പറഞ്ഞു. ചെറിയ കുട്ടിയാണ്. ആ കുട്ടി തന്റെ പിതാവിന്റെ മുഖത്തേക്ക് നോക്കി. എന്താണ് ചെയ്യേണ്ടത്? മരിക്കാനായിട്ടുണ്ട്, ആ അവസ്ഥയിലെത്തിയിട്ടുണ്ട്. പിതാവ് പറഞ്ഞു, അത്തി അബുൽ ഖാസിം, അബുൽ ഖാസിം അനുസരിച്ചുകൊള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുനിയത്താണത്. അങ്ങനെ ആ വ്യക്തി പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്നക മുഹമ്മദൻ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല, താങ്കൾ അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന ഇസ്ലാമിന്റെ സത്യവാചകം അവിടുന്ന് പറഞ്ഞു. അപ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ, നരകത്തിൽ നിന്നും ഈ കുട്ടിയെ രക്ഷിച്ച അള്ളാഹുവിനാകുന്നു സർവ്വസ്തുതിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ നിലക്കുള്ള ഇടപാടുകളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളുടെ ശത്രുക്കളോട് നടത്തിയിട്ടുണ്ട്. ഇത് ഇസ്ലാമിന്റെ വലിയ മനോഹരമായ എടുത്തു പറയേണ്ട സ്വഭാവമാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ യഹൂദരെ എന്നല്ല, മുഴുവൻ മുശ്രിക്കുകളെയും വെറുക്കാനും അവരോട് ഏറ്റവും അകലം പാലിക്കാനും കൽപ്പിക്കപ്പെട്ട ആളുകളാണ്. എന്നിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ഏറ്റവും നല്ല രീതിയിൽ അവരോട് മുആമലാത്തുകൾ നടത്തുന്നത്, ഇടപാടുകൾ നടത്തുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞിട്ടില്ല. നിങ്ങൾ വീടുകളിൽ നിന്ന് പുറത്താക്കാത്തതായ ഇത്തരത്തിലുള്ള കുഫാറുകളോട് നിങ്ങൾ ബിർറ് നടത്തുക, അവരോട് പുണ്യം ചെയ്യുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യൻഹാക്കും, നിങ്ങളെ വിലക്കിയിട്ടില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അത് ഇസ്ലാമിന്റെ മഹാസിനുകളിൽപ്പെട്ട കാര്യമാണ്. ഇസ്ലാമിന്റെ ശത്രുക്കളോട് പോലും, വെറുക്കേണ്ട ആളുകളോട് പോലും നല്ല ഇടപാടുകൾ നടത്തുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. ഇസ്ലാമിന്റെ ഏറ്റവും മനോഹരമായ സ്വഭാവം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അവരോട് നല്ല നിലയിൽ ഇടപെടാവുന്നതാണ്, അവരോട് നമുക്ക് ചിരിക്കാവുന്നതാണ്, അവരോട് ആ നിലക്കുള്ള ഇടപാടുകൾ നടത്താവുന്നതാണ്. ഇതിന്റെ എല്ലാം ഉദ്ദേശം ഇസ്ലാമിലേക്ക് അവർ കടന്നു വരിക എന്നുള്ളത് മാത്രമാണ്. അതല്ലാതെ നമ്മൾ ചിരി രണ്ട് രൂപത്തിലുണ്ട്. ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള ചിരിയുണ്ട്. ഒരു കാഫിറിനോട് ചിരിക്കുന്നത് ഒരിക്കലും
അവൻ്റെ ദീനിനെയോ അവനെ തന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല, മറിച്ച് ഈ ചിരിയിലൂടെയെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാനും ഈ ഖൈറിന്റെ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് അവൻ പ്രവേശിക്കണം എന്ന ഉദ്ദേശത്തിലാണ് നമ്മളത് ചെയ്യുന്നത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ഇത് വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ റിയാദുസ് സാലിഹീനിലൊക്കെ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് എത്ര ഇസ്ലാമിനെ തീർക്കാൻ വേണ്ടി ശത്രുക്കളായി തുടരുന്ന, ഇസ്ലാമിനെ വെറുക്കുന്ന, മുസ്ലിമീങ്ങളെ വെറുക്കുന്ന ആളുകളോട് പോലും ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കാൻ വേണ്ടി ഇസ്ലാം അനുവാദം നൽകുകയാണ്. കാരണം അതൊരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കുള്ള ഹിദായത്തിനുള്ള മാർഗമായേക്കാം എന്നത് കാരണത്താലാണ്. അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് ഒന്നാമത്തെ ഫായിദ, ഇത്തരത്തിലുള്ള യഹൂദരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപാട് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾക്ക് ഇതര മതസ്ഥരോട് ഇടപാടുകൾ നടത്താവുന്നതാണ്. അതിൽ യാതൊരു കുഴപ്പവുമില്ല. അവരുടെ കച്ചവട ഇടപാടുകളും അവർ അയൽവാസികളാണെങ്കിൽ അവരെ സഹായിക്കുക, അവരെ സഹായിക്കുക പോലെയുള്ള കാര്യങ്ങളെല്ലാം സഹോദരങ്ങളെ വന്നിട്ടുണ്ട്. മൻ യസ്സറ അലാ മുഅ്സിരിൻ, ആരെങ്കിലും ഞെരുക്കമുള്ള ഒരുവനെ സഹായിച്ചാൽ യസ്സറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും അവനെ സഹായിക്കുന്നതാണ് എന്നാണ് ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യസ്സറ അലാ മുഅ്സിരിൻ, ഞെരുക്കമുള്ള ഒരുവനെ സഹായിക്കുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ മുസ്ലിം എന്നോ കാഫിറെന്നോ വേർതിരിച്ച് പറഞ്ഞിട്ടില്ല. ഇപ്പം നമ്മുടെ അയൽപ്പക്കത്തിലുള്ളത്, നമ്മുടെ മഹല്ലിലുള്ളത് ഒരു കാഫിറാണെങ്കിലും ശരി, അവൻ ഞെരുക്കമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്, സാമ്പത്തികമായ പ്രയാസമുണ്ട്, ദാരിദ്ര്യമുണ്ട്, അവനെ സഹായിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട്. അതിന് പ്രതിഫലവും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല അതിന്റെ പേരിൽ അവൻ എളുപ്പം നൽകുന്നതായിരിക്കും, ഞെരുക്കത്തിൽ നിന്നും എളുപ്പം നൽകുന്നതായിരിക്കും. ഇതെല്ലാം ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യമാണ്. ഒന്നാമത്തെ ഫായിദ അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ ഏറ്റവും കടുത്ത ശത്രുക്കളായ യഹൂദരോട് പോലും എന്ത് ചെയ്തിട്ടുണ്ട്? ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. യഹൂദരോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപാട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ജവാസു തആമുലി മഅൽ യഹൂദ്, യഹൂദരോട് ഇടപാട് നടത്തുക എന്നുള്ളത് ഈ ഹദീസിലുള്ള ഒന്നാമത്തെ ഫായിദയാണ്. രണ്ടാമത്തേത് നമ്മുടെ ഫിഖഹിയായ അഥവാ ഈ കർമ്മശാസ്ത്രപരമായ കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഹദീസിൽ നിന്നുള്ള ഫായിദ എന്താണ്? അന്നഹു യജൂസു ലിർറജുലി ഇദാ കാന ഇൻദഹു ബുസ്താൻ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടുക്കൽ ഒരു തോട്ടമുണ്ടെങ്കിൽ അവൻ അനുവദനീയമാണ്. വലാ യസ്തതിഉ അൻ യഖൂമ അലൈഹി അൻ യത്തഫിഖ മഅ ശഖ്സിൻ ഫയഖൂൽ, അവന് എന്ത് ചെയ്യാം? മറ്റൊരാളുമായിട്ട് ഒരു ഇടപാടിൽ ഏർപ്പെടാം, ഇത്തിഫാഖ് ചെയ്യാം. എന്താണ്? ഇഅമൽ ഫി ഹാദാ വലക നിസ്ഫു സ്സറ വലക നിസ്ഫു സമറ, നീ ഇതിൽ കച്ചവടം ചെയ്തോളൂ, നീ ഇതിൽ കൃഷി ചെയ്തോളൂ, കൃഷി ഇട്ടോളൂ, നിനക്ക് ഇതിന്റെ കൃഷിയുടെ പകുതി നിനക്കുണ്ടായിരിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇതിൽ നിന്നും ഉണ്ടാകുന്ന കായ്കനികളിൽ പകുതി നിനക്കായിരിക്കും. ആ നിലക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് ഷെയറിംഗ് നടത്താവുന്നതാണ്. ആ നിലക്ക് കച്ചവടം നടത്താവുന്നതാണ്. അതായത് അവർക്ക് അതിലൊരു കഴിവുണ്ട്. ഇപ്പം നമ്മുടെ അടുത്ത് പറമ്പുണ്ട്, ഒരു ഏക്കർ പറമ്പ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അവിടെ നല്ല രീതിയിൽ കൃഷി ഇറക്കാൻ ഇവർക്ക് അറിയാം. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ മലയോര പ്രദേശത്ത് നമ്മുടെ കയ്യിൽ ഒരു ഏക്കർ സ്ഥലമുണ്ടെന്ന് വിചാരിക്കുക. ഇത്തരത്തിലുള്ള ഏതെങ്കിലും നസ്രാണിക്കോ അല്ലെങ്കിൽ അവിടെയുള്ള ആർക്കാണെങ്കിലും ശരി, ഇത് ആർക്കും വേണമെങ്കിലും ചെയ്യാം, ഇവരോട് മാത്രമല്ല, അതിലാരാണ് അവിടെ കഴിവുള്ളത് അവർക്ക് വേണമെങ്കിൽ കൃഷി ചെയ്യാൻ നമുക്കവിടെ സ്ഥലം കൊടുക്കാവുന്നതാണ്. സ്ഥലം നമ്മുടേതാണ്, കൃഷി അവരിറക്കും, അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ വിത്തും അത് നോക്കലും എല്ലാം അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് വരെ അവർ ചെയ്യും. അതാണ് നമ്മൾ ഇത്തിഫാഖ്. ലാഭം നമ്മൾ ഷെയർ ചെയ്യും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ പറഞ്ഞത് പകുതിയും പകുതിയാണ്. പകുതി എടുക്കും, പകുതി അവർക്ക് ലഭിക്കും. മാ യഖ്റുജു മിൻ ആമൽ അഖ് ബിശത്രി മാ യഖ്റുജു മിൻഹാ മിൻ സമറിൻ ഔ സറ, ഷത്ർ എന്ന് പറഞ്ഞാൽ പകുതിയാണ്. പകുതി എന്ത് ചെയ്യും? അതിൽ നിന്ന് കിട്ടുന്ന കായ്കനികളാകട്ടെ കൃഷിയാകട്ടെ മുസ്ലിമീങ്ങൾക്കായിരിക്കും. ആരാണോ അതിൽ ഇത്തിഫാഖ് ഏർപ്പെടുന്നതായിരിക്കും, ബാക്കി അവർക്കായിരിക്കും. അപ്പം എന്ന രൂപത്തിൽ എന്ത് ചെയ്യാം? ഇടപാടുകൾ നടത്താം. ഇനി അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ പ്രോഫിറ്റ് ഷെയറിങ് ഇത് മാറ്റാവുന്നതാണ്. ഒരാൾക്ക് അവിടെ വലിയ വിലയുള്ള സ്ഥലമാണ്, അപ്പോൾ അതാണിപ്പോൾ കൃഷിക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ അങ്ങനെയുള്ളൊരു അല്ലെങ്കിൽ അത്രയും ഫലഭൂഷ്ടിയുള്ളൊരു സ്ഥലമാണ്, അവിടെ എന്തുകൊണ്ടിട്ടാലും പെട്ടെന്നാവും, അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യത്തിന് അത്ര വലിയ പണിയൊന്നുമില്ല, എന്തുകൊണ്ടിട്ടാലും പെട്ടെന്ന് ആവുന്നതാണ്, അതിന് ഒരുപാട് ചിലവൊന്നുമില്ല എങ്കിൽ സ്ഥല ഉടമക്ക് വേണമെങ്കിൽ എനിക്ക് 60 കിട്ടണം അല്ലെങ്കിൽ 70 കിട്ടണം എന്ന രൂപത്തിൽ പറയാം. അത് അവർ തമ്മിൽ യോജിപ്പോടുകൂടി ഇത്തിഫാഖ് ആവാവുന്നതാണ്. അതല്ലെങ്കിൽ സ്ഥലം ഒരു വിഷയമല്ല, സ്ഥലം ഒരു തീരെ ഫലപുഷ്ടിയില്ല, അതിലൊരുപാട് പണികളൊക്കെ എടുത്ത് നന്നാക്കേണ്ട, കൃഷിയൊക്കെ എടുത്ത് ചെയ്യേണ്ടതാണെങ്കിൽ കൃഷി ഇറക്കുന്ന ആൾ പറയും എനിക്ക് കുറച്ച് അധികം പണിയുണ്ട്, അവിടെ വെള്ളം ഉണ്ടാക്കണം, വെള്ളം വലിക്കണം, പല പരിപാടിയുണ്ട്, അപ്പോൾ എനിക്ക് 60 കിട്ടണം, നിങ്ങൾക്ക് 40 എന്ന നിലക്കാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്കത് ചെയ്യാവുന്നതാണ്. ആ നിലക്ക് ഇത്തിഫാഖോടുകൂടി അത് ചെയ്യാവുന്നതാണ് എന്നാണ് ഇതിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് അടുത്ത ചോദ്യം അതൊക്കെയാണ്. ലൗ അന്ന സാഹിബൽ ബുസ്താൻ ആമല ശഖ്സൻ അല അന്ന ലി സാഹിബിൽ ബുസ്താൻ അസ്സുലുസ് വലിൽ ആമിലി അസ്സുലുസൈൻ ഹൽ യജൂസു ദാലിക്, അതായത് ഇടപാട് നടത്തുമ്പോൾ ഭൂമി ഉടമ അയാൾക്ക് 1/3, അതേപോലെ തന്നെ അതിൽ പണിയെടുക്കുന്ന ഒരുവന് 2/3, 1/3 ഭൂമി ഉടമക്ക്, പണിയെടുക്കുന്നവൻ 2/3, ഇത് അനുവദനീയമാണോ? ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു യജൂസ്
لأن هذه مسألة تخلأ للعرض والطلب. കാരണം ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പേശി കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത്തിഫാക്കാവേണ്ടതാണ്. അതെങ്ങനെയാണ് എന്നുള്ളത് അതാവണം. ബുദ്ധിപരമായി അവർക്കറിയാം അവിടെ ഭൂമി വിട്ടുകൊടുക്കുന്നതാണോ പ്രയാസം, അല്ല കൃഷി ചെയ്യലാണോ അവിടെ പ്രയാസം, ഏതിനാണ് കൂടുതൽ വാല്യൂ എന്നൊക്കെ നോക്കിയിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാവുന്നതാണ്. വലൗകാന ബിൽ അക്സ്, നേരെ തിരിച്ചു ആകാം. ഇനിയിപ്പോൾ ഭൂമി ഉടമക്ക് 2/3 പണിയെടുക്കുന്നവന് 1/3 ഈ രൂപത്തിലൊക്കെ ആകാവുന്നതാണ് എന്നാണ്. എന്നാൽ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട പാടില്ലാത്തതൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു രീതിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അടുത്ത ചോദ്യത്തിൽ പറയുന്നുണ്ട്, ഫൈൻ കാല ഖായിൽ, ഒരു ചോദ്യകർത്താവ് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, ഇൻസാൻ ഇൻദഹു അർളുൻ, ഒരു മനുഷ്യൻ്റെ അടുത്തൊരു ഭൂമിയുണ്ട്, അഅതാഹ ശഖ്സൻ യസ്റഉഹ, മറ്റൊരാൾക്ക് അത് കൃഷി ചെയ്യാൻ വേണ്ടി നൽകി, വഖാൽ, അയാൾ പറഞ്ഞു, ലക ശർഖി വലിയൽ ഗർബി, നിനക്ക് കിഴക്ക് ഭാഗം എനിക്ക് പടിഞ്ഞാറ് ഭാഗം, ഹൽ യജൂദു ദാലിക്, അത് അനുവദനീയമാണ്. നമുക്കൊരു പറമ്പുണ്ട്, ഒരു വലിയ പറമ്പുണ്ട്, ഒരു കുന്നിൻ്റെ പ്രദേശത്തൊക്കെ പറമ്പുണ്ട്. നമ്മൾ പറയുകയാണ് ഈ കുന്നിൻ്റെ മേൽഭാഗം ഒക്കെ നിനക്കാണ്, ഇതിൻ്റെ താഴ്ഭാഗം എനിക്കാണ്. നമ്മൾ ചിലപ്പോൾ വല്ലതും കണ്ടുവച്ചിട്ടുണ്ടാവും, താഴ്ഭാഗത്ത് പൊതുവെ നല്ല കൃഷി ആവുന്നുണ്ടാവും, അവിടെ കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ കൂടുതലുണ്ടാകും, ഫലപുഷ്ടിയുള്ള മണ്ണായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് നിന്റെ മേൽഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന എല്ലാ സാധനവും നിനക്ക് എടുക്കാം, ഒരു അതിർത്തിയൊക്കെ നിശ്ചയിച്ച് ആ ഭാഗം നിനക്ക്, ഈ താഴ്ഭാഗത്ത് നിന്ന് എന്തൊക്കെ ഉണ്ടാകുന്നോ അതൊക്കെ എനിക്ക്, അല്ലെങ്കിൽ തിരിച്ച് ആ രൂപത്തിൽ പറ്റുമെന്നാണ്. അത് പാടില്ല എന്നുള്ളതാണ്. ലാ യജൂസ്, അത് അനുവദനീയമല്ല. കാരണം ഇത് ഒരു ഗററുണ്ട്, ഇത് ജഹാലത്തുണ്ട്. അത് നമുക്ക് എന്താണ് അവിടെ കിട്ടുക ഇല്ല എന്നുള്ളത് അറിയില്ല. ഒരു ഭാഗ്യപരീക്ഷണമാണ്. ചിലപ്പോൾ അതിൽ നന്നാവും, ചിലപ്പോൾ ഇതിൽ നന്നാവുകയില്ല. അപ്പോൾ രണ്ടാൾ തമ്മിൽ അങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് കോമൺ ആയിട്ടേ ഷെയർ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു ഏക്കർ സ്ഥലമാണെങ്കിൽ വടക്കേ 50 സെന്റ് നിനക്കും തെക്കേ 50 സെന്റ് എനിക്കും എന്ന രൂപത്തിൽ ചെയ്യാൻ പാടില്ല. അവിടുന്ന് കിട്ടുന്ന കൃഷി നിനക്കും ഇവിടുന്ന് കിട്ടുന്ന കൃഷി എനിക്കും എന്ന രൂപത്തിൽ ചെയ്യാൻ പാടില്ല. മൊത്തത്തിൽ നമ്മൾ അതിൽ കൃഷി ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഷെയർ നമ്മൾ എത്രയാണോ പറഞ്ഞത് അതേപോലെ അതിൽ നിന്നും ലാഭം എടുക്കുക എന്നതാണ് അവിടെ അനുവദിക്കപ്പെടുകയുള്ളൂ എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ഫായിദ, അന്നൽ മുസ്ലിമീന ഇദാ ഗനിമു അർളൻ മിൻ കുഫാർ മലകൂഹ, മുസ്ലിമീങ്ങൾ കുഫാറുകളെ പരാജയപ്പെടുത്തി വിജയിച്ചടക്കി കഴിഞ്ഞാൽ ആ സ്ഥലം മുസ്ലിമീങ്ങൾ അവരുടെ അധീനതയിൽ വരുന്നതാണ്. ലഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മലക ഖൈബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖൈബർ ലഭിച്ചിട്ടുണ്ട്. വഖസമഹ ഫി അസ്ഹാബി, സഹാബികൾക്കിടയിൽ അത് ഭാഗിച്ചിട്ടുണ്ട്. വഅതാഹൽ യഹൂദ യഅമലൂന ഫീഹ, അങ്ങനെ യഹൂദികൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അതിൽ പണിയെടുക്കാനുള്ള അവസരമൊക്കെ നൽകിയിട്ടുണ്ട് എന്നാണ്. ഈ ഹദീസിൽ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഈ ഫായിദകൾ എപ്പോഴും ഓർക്കുക. യഹൂദരുമായിട്ടുള്ള ഇടപാടുകൾ അനുവദിക്കപ്പെടുന്നുണ്ട്. ഇത് പറയുമ്പോൾ സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഏതെങ്കിലുമൊക്കെ മുസ്ലിം രാജ്യം ഏതെങ്കിലുമൊക്കെ കുഫാറുകളുമായി, അതായത് ആളുകൾ പൊതുവെ വെറുക്കുന്ന ചില രാജ്യങ്ങളൊക്കെ ഉണ്ടാകും, ചില വെസ്റ്റേൺ രാജ്യങ്ങളൊക്കെ ഉണ്ടാകും, പൊതുവെ അവരോട് വെറുപ്പുണ്ടായിരിക്കും. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ഇസ്ലാമിക രാജ്യം അവരോട് എന്തെങ്കിലുമൊക്കെ കച്ചവട ഇടപാടിലൊക്കെ അവിടെ ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അവർ തമ്മിൽ ഇടപാടിൽ ഏർപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാരായ ചില ആളുകൾ ധരിക്കുന്ന ഇസ്ലാമിൻ്റെ ശത്രുക്കളായിട്ടൊക്കെ കച്ചവടം ചെയ്യേ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. അവർ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളായ യഹൂദരോട് ഇടപാട് നടത്തിയിട്ടുണ്ട്. അതിൻ്റേതായ ഭരണാധികാരികൾക്കറിയാം, മുസ്ലിമീങ്ങൾക്ക് അതിൽ കൊണ്ടുണ്ടാകുന്ന മസ്ലഹത്തിനെ കുറിച്ച് അവർക്കറിയാം. ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മസ്ലഹത്തിനെ കുറിച്ചിട്ട് അവർക്കറിയാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ, നേരെ പറയുകയാണെങ്കിൽ, സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ ചിലപ്പോൾ അമേരിക്കയുമായിട്ടൊക്കെ എന്ന കാര്യത്തിലൊക്കെ അവർ ഉടമ്പടിയിൽ ഏർപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ പറയുകയാണെങ്കിൽ അവിടെയുള്ള പെട്രോളിയം റിഫൈനറി, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉടമ്പടി കുറച്ചു കാലം മുമ്പ് വരെയും ഉണ്ടായിരുന്നത് അറാംകോ എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയാണ്. കാരണം അവർക്കാണ് അതിൻ്റെ ടെക്നോളജി അറിയുന്നത്. ഇത് കൃത്യമായി ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്ത് അതിനെ റിഫൈൻ ചെയ്ത് ഫൈനൽ പ്രൊഡക്റ്റ് ആക്കുന്ന കാര്യങ്ങളും ടെക്നോളജിയൊക്കെ ഇവരുടെ അടുത്താണുള്ളത്. സൗദി അറേബ്യ എന്ന ആ നിലക്ക് പഠിച്ചു വന്നിട്ടില്ല ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ. അപ്പോൾ അവരുമായിട്ട് ഇത്ര വർഷത്തേക്കുള്ള ഇടപാടിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ആ നിലക്ക് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് മുസ്ലിമീങ്ങൾക്ക് അതുകൊണ്ട് മസ്ലഹത്തുണ്ട്. ആ രാജ്യം അതിൻ്റെ അനുസരിച്ചുള്ള അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടുള്ള വളർച്ച അവർക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ വരുന്ന സമയത്ത് അവർ ചിലപ്പോൾ ഇത്തരം ശത്രു, അതായത് നമ്മൾ പുറമേ നമ്മൾ മനസ്സിലാക്കുന്ന അമേരിക്ക എന്ന് പറയുന്ന മുസ്ലിമീങ്ങൾ ഒരിക്കലും നല്ല നിലക്ക് ഉള്ള ഒരു രാജ്യമേ അല്ല. പക്ഷേ ഈ രാജ്യവുമായി അവർക്ക് വലിയ പ്രയാസമില്ല. അവർ മുസാലിമായിട്ടാണുള്ളത്, അഥവാ സമാധാന ഉടമ്പടിയിലാണുള്ളത്. അവർ ശത്രുതയോ യുദ്ധമോ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവരുമായിട്ട് ഇടപാടുകൾ നടത്തുക എന്നുള്ളത് ഇസ്ലാമികമായി ശരിയാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇത് ഇസ്ലാമിൻ്റെ മാനം വശവും മനസ്സിലാക്കാത്ത ആളുകൾ ചിലപ്പോൾ ഈ രാജ്യം മറ്റു ചില മുസ്ലിം രാജ്യങ്ങളോട് കാണിച്ചിട്ടുള്ള വല്ലതൊക്കെ കാരണത്താൽ ഇതൊക്കെ ചെയ്യുന്നത് അവർ മുസ്ലിമീങ്ങളുടെ വലിയ ശത്രുക്കളായിട്ട് ഇത്തരം ഇസ്ലാമിക ഭരണാധികാരികളെക്കുറിച്ച് പറയുകയും അങ്ങനെ ഇവരൊക്കെ മോശപ്പെട്ട ആളുകളാണ് എന്ന് ചിത്രീകരിക്കുകയും ചെയ്യാറുണ്ട്. അവർ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ ഏറ്റവും വലിയ ശത്രുക്കളായി മുസ്ലിമീങ്ങളോട് പരിചയപ്പെടുത്തിയ യഹൂദരുമായിട്ട് ഇത്തരത്തിലുള്ള കച്ചവട ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. സമാനമായ കാര്യങ്ങളാണ് ഇവിടെയും
നടക്കുന്നത്. എന്നാൽ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ ഉണ്ടാവുമോ ഇല്ലേ, നമുക്കറിയാത്ത കാര്യമാണ്. ചിലപ്പോൾ അബദ്ധങ്ങളോ മറ്റോ ഒക്കെ ഉണ്ടായേക്കാം. പക്ഷെ അത് വേറെ വിഷയമാണ്. ഭരണാധികാരിയുമായി ബന്ധപ്പെട്ട മസ്ലഹത്ത് നമുക്കറിയാത്തതായ ഒരുപാട് വിഷയങ്ങൾ അതിലുണ്ട്. എന്നാൽ അടിസ്ഥാനം നമുക്ക് ഈ നിലക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ശേഷം കൊടുക്കുന്ന ഹദീസ് അൻ റാഫി ബിൻ ഖദീജ് റളിയല്ലാഹു അൻഹു ഖാൽ. റാഫി ബിൻ ഖദീജ് സഹാബിയാണ്, അൻസാരികളിൽപ്പെട്ട. അദ്ദേഹം പറയുന്നുണ്ട്, കുന്ന അക്സറൽ അൻസാരി ഹഖ്ല ഫകുന്ന നുക്രി അൽ അർദ് അല അന്ന ലന ഹാദി വലഹും ഹാദി ഫറുബ്ബമ അഖ്റജത് ഹാദി വലം തുഖ്രിജ് ഹാദി ഫനഹാന അൻ ദാലിക് ഫഅമ്മ അൽ വരിഖു ഫലം യൻഹാന. സമാനമായ ഒരു ഹദീസും കൂടി വായിച്ചു പറയാം. ولمسلم عن حنظلة بن قيس قال سألت رافع بن خديج عن كراء الأرض بالذهب والورق فقال لا بأس به إنما كان الناس يؤاجرون على عهد رسول الله صلى الله عليه وسلم بما على الماديانات وأقبال الجداول وأشياء من الزرع فيهلك هذا ويسلم هذا ويسلم هذا ويهلك هذا ولم يكن للناس كراء إلا هذا فلذلك زجر عنه فأما شيء معلوم مضمون فلا بأس به الماديانات الأنهار الكبار والجدول النهر الصغير. രണ്ടും ഒരേ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നാം നേരത്തെ പറഞ്ഞതുപോലെ റാഫി ബിൻ ഖദീജ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അൻസാരിയിൽപ്പെട്ട നല്ല കൃഷി അറിയുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, കുന്ന അക്സറൽ അൻസാരി ഹഖ്ല, അൻസാരികളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി കൃഷിപ്പണി അറിയുന്ന, കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിജ്ഞാനമുള്ള ആളുകളാണ് ഞങ്ങളാണ്. അത് അൻസാരികൾ പൊതുവെ കൃഷിയുമായി നന്നായി അറിയുന്ന ആളുകളാണ്. മുഹാജിറുകളെ സംബന്ധിച്ചിടത്തോളം അവർ മക്കക്കാർ കച്ചവടത്തിലാണ് അവർ പേര് കേട്ടിട്ടുള്ളത്. അൻസാരികൾ, മദീനക്കാർ നല്ല കൃഷിയുടെ ആളുകളാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. മദീനക്കാർ ഏറ്റവും നല്ല കൃഷി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവർ ഞങ്ങൾ ഏറ്റവും നന്നായി കൃഷി ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, ഫക്കുൻ അനുക്രി അല്ലാറും, ഞങ്ങൾ ഭൂമി പാട്ടത്തിന് കൊടുക്കാറുണ്ട്, റെന്റ് ചെയ്യാറുണ്ട്. ലീസിന് ഭൂമി നമ്മൾ റെന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ചെയ്യുന്ന സമയത്ത് നേരത്തെ വിരോധിക്കപ്പെട്ട ഒരു രീതി അവർ ചെയ്തിരുന്നു, അതിന് സലാൽസം വിലക്കിയിരുന്നു എന്നാണ് അവർ പറയുന്നത്. അല അന്നലന ഹാദി, ഞങ്ങൾ പാട്ടത്തിന് കൊടുക്കുമ്പോൾ നമ്മൾ പറയും ഈ ഭാഗം ഞങ്ങൾക്ക് എന്ന് പറയും. വലഹും ഹാദി, ആ ഭാഗം അവർക്ക് എന്ന് പറയുമായിരുന്നു. ഫറുബ്ബമ അഖ്റജത് ഹാദി, ചില സമയത്ത് ഇവിടെ എന്ത് ചെയ്യും, കൃഷി നന്നാവും. വലം തുഖ്രിജ് ഹാദി, ആ ഭാഗത്ത് ചിലപ്പോൾ എന്ത് ചെയ്യൂല, കൃഷി നന്നാവുകയില്ല. ഫനഹാന അൻ ദാലിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തൊട്ട് നമ്മെ വിലക്കിയെന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു രീതിയാണത്. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു വലിയൊരു ഭാഗം തോട്ടെടുത്ത് ചെയ്യുമ്പോൾ ഈ ഭാഗത്തുള്ള ഈന്തപ്പനൊക്കെ എനിക്കാണ്, ആ ഭാഗത്തൊക്കെ നിനക്കാണ്, ഇവിടെ കൊലച്ചതൊക്കെ ഞാൻ എടുക്കും. ചിലപ്പോൾ ഈ ഏരിയയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ആ ചിലപ്പോൾ ഏരിയയിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഉണ്ടാവുകയില്ല. ഇവിടെ കുറച്ച് കൂടുതൽ, അവിടെ കുറച്ച് കുറവൊക്കെ ഉണ്ടാവും. എന്നാൽ ഷെയർ ചെയ്ത് കൃത്യമായ പെർസെൻറ്റേജ് നിശ്ചയിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലോ മൊത്തത്തിൽ നിന്ന് എടുത്തിട്ട് അതിൽ നിന്ന് കൃത്യമായി ചെയ്യാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കുകയാണ്. കാരണം അതിലൊരു ഗററുണ്ട്. കച്ചവടത്തിൽ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമുക്കൊരു അജ്ഞത, ജഹാലത്ത് കിട്ടുമോ കിട്ടൂലേ ചാൻസ്, ആ രൂപത്തിലുള്ള കച്ചവടങ്ങൾ ഇസ്ലാമിൽ അനുവദിക്കപ്പെടാറില്ല. എന്നാൽ പറയുന്നു ഫഅമ്മൽ വരിഖ് ഫലം യൻഹാന, എന്നാൽ വരിഖ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന വെള്ളിയാണ്. അഥവാ അതിന് പ്രത്യേകമായി പ്രോഫിറ്റ് ഈ രൂപത്തിൽ ഷെയർ ചെയ്യാതെ നമ്മൾ ആ സ്ഥലത്തിന് പൈസ വാങ്ങിയിട്ട് നമ്മൾ ആ സ്ഥലം അങ്ങനെ അയാൾക്ക് മുഴുവനായിട്ട് ഏതെങ്കിലും ഒരു ഭാഗം റെന്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അത് കുഴപ്പമില്ല. നമ്മൾ ഈ നിലക്ക് കച്ചവടം ചെയ്യാൻ പാടില്ല. ഏത്, ഇതിന് ഈ ഭാഗം എനിക്ക്, ആ ഭാഗം നിനക്ക്, ആ രൂപത്തിൽ ചെയ്യാൻ പാടില്ല. എന്നാൽ മൊത്തമായിട്ട് ഈ സ്ഥലത്തിന് ഞാൻ പറയുകയാണ്, ഒരു വർഷത്തേക്ക് എനിക്ക് എന്ത് ചെയ്യണം, 1,00,000 രൂപ തരണം. മാസത്തിൽ ആണെങ്കിൽ ഇപ്പോൾ 10,000 ഒരു ലക്ഷമാണ്, ഞാൻ 1,00,000 എന്ത് ചെയ്യാണ്, തരാണ്. അത് റിയാലാവട്ടെ, നാട്ടിലേതാകട്ടെ, എന്താകട്ടെ, 1,00,000 തരാണ് എന്ന രൂപത്തിൽ അത് കുഴപ്പമില്ല, അത് വിലക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ പാട്ടത്തിന് കൊടുക്കാവുന്നതാണ്. നമ്മുടെ അടുത്തൊരു സ്ഥലമുണ്ട്, ഒരു ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വർഷത്തിനേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, 10,00,000 രൂപക്ക് ഞങ്ങൾ തരും. ആളുകൾ പൊതുവെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ 10 വർഷത്തേക്ക് നമ്മൾ കോൺട്രാക്റ്റാണ്, വർഷാവർഷം ഇത്ര നിങ്ങൾ തരണം, അല്ലെങ്കിൽ ഇത്ര ഗഡുക്കളായിട്ട് തരണം, ഈ രൂപത്തിൽ ചെയ്യാവുന്നതാണ്. അതല്ലാതെ ഇപ്പോൾ ഒരു ബിൽഡിംഗ് വന്നാൽ ഈ ബിൽഡിങ്ങിന്റെ ഇന്ന ഭാഗത്തുള്ള പ്രോഫിറ്റൊക്കെ എനിക്ക്, ആ ഭാഗത്തുള്ള പ്രോഫിറ്റ് നിങ്ങൾക്ക്, ആ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അതല്ലെങ്കിൽ അതിലുണ്ടാകുന്ന മുഴുവൻ കാര്യങ്ങളെയും മൊത്തത്തിൽ അത് ചെയ്യാവുന്നതാണ്. ചില പണ്ഡിതന്മാർ അത് കൃഷിയിൽ മാത്രമാണ് എന്ന് പറഞ്ഞവരുമുണ്ട്. കൃഷിയിൽ മാത്രമാണ് ഇത് വരുന്നത്. കാരണം കൃഷിയിലാണ് നമുക്കത് കണക്കാക്കാൻ പറ്റാത്തത്. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് കൃഷി ഉണ്ടാകും, ചിലപ്പോൾ പറ്റൂല എന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ കൃഷിയാവും. നമുക്കറിയുന്ന കാര്യമല്ല, ഒരു ഗൈബിയായ കാര്യം കൂടിയാണ്. എവിടെയാണ് ഉണ്ടാവുക, എവിടെ ഉണ്ടാവുക എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയില്ല. ഇതേ വിഷയം തന്നെ മുസ്ലിം ഹൻവല ബിൻ ഖൈസ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ഈ സഹാബിയോട് ചോദിച്ച കാര്യമാണ്. സഅൽതു റാഫി ബിൻ ഖദീജ്, റാഫി ബിൻ ഖദീജിനോട് ഞാൻ ചോദിച്ചു. കാരണം സഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്നതാണ്. അൻ ഖിറാഇൽ അർളി ബിസ്സഹബി വൽ വരിഖ്, ഇങ്ങനെ ഭൂമി പാട്ടത്തിന് കൊടുക്കുന്നത് സ്വർണവും വെള്ളിക്കും പകരം. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കറൻസിയാണ്. അന്നത്തെ കറൻസിയാണ് സ്വർണവും വെള്ളി. അപ്പോൾ അങ്ങനെ കറൻസി വാങ്ങിക്കൊണ്ട് ഭൂമി പാട്ടത്തിന് കൊടുക്കുന്ന കാര്യം ഞാൻ ചോദിച്ചു. ഫഖാല ലാ ബഅസ ബിഹി, അവിടെ നിന്ന് പറഞ്ഞാൽ അതിന് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, അതല്ല വിഷയം. അപ്പോൾ ആളുകൾക്കൊരു ഇഷ്കാലുണ്ടായിരുന്നു, ഒരു നിലക്കും കൊടുക്കാൻ പാടില്ലേ
അപ്പോൾ അല്ല, അത് കൊടുക്കാം, പൈസ കൊടുത്തിട്ട് പൂർണ്ണമായി വാങ്ങുന്നതിൽ കാര്യമൊക്കെയാണ്. എന്നാൽ ഇന്നമാ കാന അന്നാസു യുആജിറൂന അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആളുകൾ ഇങ്ങനെ എന്ത് ചെയ്യാറുണ്ട്, റെന്റിന് കൊടുക്കാറുണ്ട്. ബിമ അലൽ മാദിയാനാത്ത്, മാദിയാനത്ത് എന്ന് പറഞ്ഞാൽ വലിയ നദികളുടെ ചില ഭാഗത്തൊക്കെ, അപ്പോൾ ആ ഭാഗത്തൊക്കെ എന്ത് ചെയ്യും, റെന്റിന് കൊടുക്കും. വഖ്ബാലിൽ ജദാവിൽ, അതേപോലെ തോടുകളുടെ അതിൻ്റെ മുഖം, അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അതിൻ്റെ ഫേസ് ചെയ്യുന്ന ഭാഗങ്ങളിലൊക്കെ കൊടുക്കും. വഅശ്യാ മിനസ് സർ, അതുപോലെ കൃഷിയുള്ള മറ്റു ചില സ്ഥലങ്ങളിലും. ഫയഹ്ലിക്കു ഹാദ, എന്നിട്ട് ഈ ഭാഗം നശിച്ചു പോകും. വയസ്ലം ഹാദ, ആ ഭാഗം രക്ഷപ്പെടും. വയസ്ലം ഹാദ, അല്ലെങ്കിൽ ഈ ഭാഗം രക്ഷപ്പെടും. വയഹ്ലിക്കു ഹാദ, അല്ലെങ്കിൽ ആ ഭാഗം രക്ഷപ്പെടും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. വലം യകുൻ ലിന്നാസി ഖിറാഉൻ ഇല്ലാ ഹാദ, ജനങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇങ്ങനെ പൈസ കൊടുത്തിട്ടല്ല ചെയ്തിരുന്നത്, ഈ ഭാഗം എനിക്ക്, ആ ഭാഗം നിനക്ക്, ഇങ്ങനെയൊക്കെയായിരുന്നു ജനങ്ങളുടെ ആ കാലഘട്ടം ഉണ്ടായിരുന്നു. ഫലിദാലിക സജറ അൻഹു, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിലക്കിയത്, താക്കീത് ചെയ്തത് എന്നാണ്. ഫഅമ്മ ഷൈഉൻ മഅലൂമുൻ മദ്മൂനുൻ ഫലാ ബഅസ ബിഹി, എന്നാൽ അറിയപ്പെടുന്ന ഒരു ഗ്യാരണ്ടിയുള്ള ഈ രൂപത്തിൽ പൈസ കൊടുത്തിട്ട് മൊത്തത്തിൽ അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ ഫലാ ബഅസ ബിഹി എന്നാണ് പറയുന്നത്. അപ്പം അദ്ദേഹം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും മനസ്സിലാക്കിയതാണ്. തൊട്ടുമുമ്പത്തെ ഹദീസിൽ പണം കൊടുത്തിട്ടാണെങ്കിൽ ഫലം യൻഹാന, നമ്മളെ വിലക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അവിടെ താഴെ അൽമാദിയാന എന്ന് പറയുന്നത് പൊതുവെ അറബിയിൽ പ്രയോഗിക്കപ്പെടാത്ത വാക്കായതുകൊണ്ട് അതിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. അൽ അൻഹാറുൽ കിബാർ, വലിയ നദികളാണ്. ജദുവൽ അറിയപ്പെടുന്നത് തന്നെയാണ് അന്നഹ്റു സഗീർ, ചെറിയ നദിക്കാണ് ജദുവൽ എന്ന് പറയാറുള്ളത്. ഇതതുമായി ബന്ധപ്പെട്ട് പാട്ടത്തിന് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കൃഷിയും പാട്ടത്തിന് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അത് കോമൺ ആയിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടത്. ഇന്ന ഭാഗം എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ കൂട്ടുവച്ചവടത്തിൽ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്ത ഹദീസ് ഒരു ഹദിയ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക നിലക്കുള്ള ഒരു സമ്മാനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. ഉംറ അല്ലെങ്കിൽ റുഖ്ബ എന്നൊക്കെ പറയുന്ന ഒരു രീതി ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നു എന്ന് പൊതുവെ അത് കണ്ടുവരുന്ന ഒരു രീതിയല്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അൻ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുമാ ഖാൽ قضى رسول الله صلى الله عليه وسلم بالعمرة لمن وهبت له وفي لفظ من أعمر له ولعقبه فإنها للذي أعطيها لا ترجع إلى الذي أعطاها لأنه أعطى عطاء وقعت فيه المواريث. وقال جابر إنما العمرة التي أجازها رسول الله صلى الله عليه وسلم أن يقول هي لك ولعقبك، فأما إذا قال هي لك ما عشت فإنها ترجع إلى صاحبها. وفي لفظ لمسلم أمسكوا عليكم أموالكم ولا تفسدوها فإنه من أعمر عمرة فهي للذي أعمرها حيا وميتا ولعقبه. ഉംറ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, സാധാരണ നമ്മൾ സമ്മാനം കൊടുക്കുന്ന എല്ലാവർക്കും അറിയാം. നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് ഇന്ന എടുത്തോളൂ, നീ എടുത്തോളൂ, ഈ ഇത്ര രൂപ നീ എടുത്തോളൂ, അല്ലെങ്കിൽ ഇന്ന സാധനം നീ എടുത്തോളൂ, ഇന്ന വാഹനം നീ എടുത്തോളൂ, ഇങ്ങനെയൊക്കെ ആളുകൾ പലപ്പോഴും സമ്മാനം കൊടുക്കാറുണ്ട്. എന്നാൽ ഈ ഉംറ എന്ന് പറഞ്ഞത് മുതഅല്ലിഖും ബിൽ ഉംർ, ആയുസ്സുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത്, ഉംറ എന്ന് വന്നത്. നമ്മളെ ഉംറ താ അല്ല, അവിടെ അലിഫാണ്. ഉംറ ആയുസ്സുമായി ബന്ധപ്പെട്ട്, ഉമർ എന്ന് പറഞ്ഞാൽ ആയുസ്സാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കൊരു സമ്മാനം കൊടുക്കും, എന്നിട്ട് പറയും നീ ജീവിച്ചിരിക്കുന്നിടത്തോളം നിനക്കിത് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഒരു വീട് ഒരാൾക്ക് കൊടുക്കാൻ, ഈ വീട് നിനക്കുള്ളതാണ്. എപ്പോൾ നീ മരിച്ചാൽ തിരിച്ചിങ്ങോട്ട് വരും, ആ നിലക്കാണ്. അതിന് വേറെ നിലക്ക് അവർ ചിലപ്പോൾ ചെയ്യാറുണ്ട്, നിനക്ക് മുമ്പ് ഞാൻ മരിക്കുകയാണ് നിനക്ക് തന്നെ, പിന്നെ എനിക്ക് തിരിച്ചു തരേണ്ട ആവശ്യമില്ല. ഞാൻ ഒരാൾക്ക് കൊടുത്തു, ഞാനാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ അത് നിനക്ക് തന്നെ, പിന്നെ എനിക്ക് തിരിച്ചു തരാനില്ലല്ലോ, എൻ്റെ കുടുംബക്കാർക്കൊന്നും നീ കൊടുക്കേണ്ട, അത് നിനക്ക് തന്നെയാണ്. ഇനി അതല്ല, നീ ആദ്യം മരിക്കുകയാണെങ്കിൽ പിന്നെ നിന്റെ താഴേക്ക് പോകില്ല, അത് എനിക്ക് തരേണ്ടി വരും. അപ്പം ഇതിനാണ് ഉംറ എന്ന് പറയുന്ന രീതി. റുഖ്ബ എന്നുള്ളതും സമാനമായ ഒരു രീതിയാണ്. ജാഹിലിയത്തിൽ ഈ രൂപത്തിലൊരു സമ്മാനം കൊടുക്കുന്ന ഈ ഒരു രൂപത്തിൽ ഉണ്ടായിരുന്നു, ഈ ഒരു രൂപം ഉണ്ടായിരുന്നു. ഇന്ന് പൊതുവെ അതില്ല. അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അനുകൂലമായി വിധിച്ചു. ലിമൻ ഉഹിബത്ത് ലഹു, ആർക്കാണ് ലഭിക്കുന്നത് അയാൾക്ക് തന്നെയാണ് അത് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ചില റിവായത്തിൽ പറഞ്ഞത് മൻ അഅമറ ലഹു വലി അഖ്ബിഹി, ആരെങ്കിലും ഇങ്ങനെ പറയുകയാണെങ്കിൽ, എന്നാൽ അഅമറ എന്ന് പറഞ്ഞാൽ ഈ നിലക്ക് കൊടുക്കുന്ന പ്രവൃത്തിക്കാണ് പറയുന്നത്, നിന്റെ ആയുസ് വരെ നിനക്ക് ഉപയോഗിക്കാം എന്ന് പറയുന്ന പ്രവൃത്തിക്കാണ് അഅമറ. ആരെങ്കിലും ഒരു വ്യക്തിക്ക് അങ്ങനെ കൊടുത്തു, വലി അഖ്ബിഹി, അവന്റെ ശേഷക്കാർക്കും അത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അത് നിനക്കും നിന്റെ ശേഷക്കാർക്കും ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ കൊടുത്തിട്ടുള്ളെങ്കിൽ ഫഇന്നഹാ ലില്ലദി ഉഅ്തിയഹാ, അത് നൽകപ്പെട്ടവനുള്ളതാണ്. പിന്നെ വേറൊരാൾ പോയി ഇപ്പുറത്തും ചോദിക്കാൻ പാടില്ല, നൽകപ്പെട്ടവനാണ്. ലാ തർജിഉ ഇലല്ലദി അഅതാഹ, അത് കൊടുത്തവന്റെ അടുക്കലേക്ക് അത് മടങ്ങി വരികയില്ല, തിരിച്ചെടുക്കാൻ പാടില്ല. ലിഅന്നഹു അഅതാ അതാഅൻ വഖഅത് ഫീഹിൽ മവാരീസ്, കാരണം ശേഷക്കാർക്കും ഉള്ളതാണ് എന്ന് പറയുന്നതോടുകൂടി അത് മവാരീസിന് ഭാഗമായി, അതായത് അനന്തര സ്വത്തിന് ഭാഗമായി. അപ്പോൾ ഈ വ്യക്തിക്ക് ഈ വീട് അയാൾക്ക് എടുത്താൽ അയാളെ ശേഷക്കാർക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ അനന്തരാവകാശികൾക്കും അത് ലഭിക്കുന്നതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ നിലക്കാണെങ്കിൽ അത് ചെയ്യാമെന്നാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നമൽ ഉംറ അല്ലത്തി അജാസഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചതായ ഉംറ എന്ന് പറയുന്നത് ഏതാണ്? അൻ യഖൂല ഹിയ ലക വലി അഖ്ബിക്, അങ്ങനെ പറയുന്നതാണ് റസൂല് അനുവദിച്ചത്. അതായത് ഇത് നിനക്കും നിന്റെ ശേഷക്കാർക്കും എന്ന് പറഞ്ഞിട്ട് ഒരാൾ മറ്റൊരാൾക്കൊരു വീടോ അല്ലെങ്കിൽ ഒരു വാഹനോ കൊടുക്കുകയാണെങ്കിൽ അതാണ് അനുവദിച്ചത്. ഫമ്മ ഇദാ ഖാല ഹിയ ലക മാ ഇഷ്ത, അങ്ങനെ പറഞ്ഞാണ് ഒരാൾ കൊടുക്കുന്നെങ്കിൽ, നീ ജീവിക്കുന്നിടത്തോളം ഇത് നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫഇന്നഹാ തർജിഉ ഇലാ സാഹിബിഹാ, കൊടുത്ത ആളുടെ അടുക്കലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പോൾ അത് ഒരാൾ പറയാം, നീ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിനക്ക് എന്ത് ചെയ്യാം, എൻ്റെ കാർ ഉപയോഗിക്കാം, നീ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എൻ്റെ വീട് നിനക്ക് ഉപയോഗിക്കാം, നീ മരിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ കയ്യിലേക്ക് വരും എന്ന രൂപത്തിലാണ് ഒരാൾ പറഞ്ഞെങ്കിൽ അത് അയാൾക്ക് തിരിച്ചു വരുന്നത് തന്നെയായിരിക്കും. എന്നാൽ അതല്ല നിനക്കും നിന്റെ ശേഷക്കാർക്കും എന്ന നിലക്കാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആർക്കാണോ നൽകപ്പെട്ടത് അയാൾക്ക് തന്നെ അതെടുക്കാമെന്നുള്ളതാണ്. ഇനി ഒരാൾ ഒന്നും പറഞ്ഞിട്ടില്ല, നിനക്കും നിന്റെ ശേഷക്കാർക്കും എന്ന് പറഞ്ഞിട്ടില്ല, നീ ജീവിച്ചിരിക്കുന്നോളം എന്നും പറഞ്ഞിട്ടില്ല, ഇതൊരു ഉംറയായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവിടെ പണ്ഡിതന്മാർ പറയണം നാട്ടു നടപ്പനുസരിച്ചിട്ടായിരിക്കും അത് വിധിക്കപ്പെടുക. അത് നൽകപ്പെട്ട ആൾക്ക് കിട്ടുക എന്നുള്ളത് തന്നെയാണ് പൊതുവെ വിധിക്കപ്പെടുക എന്നുള്ളതാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇത് പൊതുവെ നമുക്ക് പെട്ടെന്ന് അതൊരു തസവൂർ ആകണമെന്നില്ല, നമ്മുടെ നാട്ടിലില്ലാത്ത, നമുക്ക് അതിലൊരു കാഴ്ചപ്പാട് കിട്ടണമെന്നില്ല. നാട്ടിലില്ലാത്ത രൂപത്തിലൊരു അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു രീതിയാണ്, അവർ കൊടുക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ അതിന് ഇസ്ലാം അതിൻ്റെ ഒരു വിധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ഈ നിലക്കാണെങ്കിൽ അത് അയാൾക്ക് തന്നെ ആയിരിക്കും, അതല്ലെങ്കിൽ അത് തിരിച്ചു വരും എന്ന് സ്വഹാബികൾ അത് വിശദീകരിച്ച് പറഞ്ഞു. അതല്ല ജീവിച്ചിരിക്കുന്നിടത്താണെങ്കിൽ അത് തിരിച്ചു വരും, അതല്ല നിന്റെ ശേഷക്കാർക്കെന്ന് പറഞ്ഞാൽ അത് അയാൾക്ക് തന്നെ കിട്ടുന്നതായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് അഹ്കാമുൽ ജിവാറുമായി ബന്ധപ്പെട്ട അയൽവാസികളോട് കാണിക്കേണ്ട പ്രധാനപ്പെട്ട അഹ്കാമുകളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ് കൊടുത്തിട്ടുള്ളത്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യംനഅന്ന ജാറുൻ ജാറ, ഒരു അയൽവാസി തന്റെ അയൽവാസിയെ തടയാൻ പാടില്ല. എന്ത് കാര്യത്തിൽ? അൻ യഗ്രിസ ഖശബതൻ ഫീ ജിദാരി, തന്റെ അയൽവാസി ഒരു ഖശബത്ത്, ഒരു മരത്തടി അത് ചുമരിലേക്ക് ചാരി വെക്കുക. ഇവിടെ നമ്മൾ ചില ആളുകൾ മനസ്സിലാക്കി വെറുതെ ചുമരിലേക്ക് ചാടുക, അങ്ങനെ വെറുതെ ചാരി വെക്കല്ല. ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മേൽക്കുര ഉണ്ടാക്കുന്നതിന് വേണ്ടി പഴയ കാലത്തൊക്കെ പൊതുവിൽ എന്ത് ചെയ്യാറുണ്ട്, ഒരു മേൽക്കുര ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ചാഞ്ഞിട്ട് മതിലിലേക്ക് ഇങ്ങനെ കെട്ടും, അതിന് മതിലിലേക്ക് ഇങ്ങനെ കെട്ടും, അതിന് സപ്പോർട്ടായിട്ട്. ഒരു വലിയ മതിലാണ് ഇപ്പുറത്തുള്ളതെങ്കിൽ അയൽവാസിൻ്റെ, അപ്പോൾ അതിലേക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇപ്പുറത്തെ വീടിൻ്റെ ഒരു പുറം ഭാഗമോ എവിടെയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം എന്ത് ചെയ്യും, അത് എന്ത് ചെയ്യും, അയൽവാസിയുടെ മതിലിൻ്റെ മേലെ അത് വെക്കും. അപ്പം അങ്ങനെ ചെയ്യുന്നത് ഒരാളും തടയാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നോക്കൂ സഹോദരങ്ങളെ, ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയൽവാസി ബന്ധവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഹദീസുകൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ലാ യുഅ്മിനു അഹദുക്കും മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫല്യുക്രിം ജാറഹ്, അവൻ തന്റെ അയൽവാസി ആദരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ, അത്രയും വലിയ കാര്യം, ഈമാൻ കാര്യങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അയൽവാസി ആദരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മറ്റൊരിക്കൽ അവിടുന്ന് പറഞ്ഞു, ജിബ്രീൽ ഒരിക്കൽ എൻ്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ വസിയത്ത് പറഞ്ഞുകൊണ്ടേയിരുന്നു. എത്രത്തോളം എന്നാൽ അവസാനം എനിക്ക് തോന്നിപ്പോയി, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയൽവാസിക്കും അനന്തര സ്വത്തിൽ നിന്നും വല്ലതും ഉണ്ടായേക്കുമോ എന്ന് തോന്നിപ്പോകുമാർ അത്രയും ഇങ്ങനെ ഹക്കുകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയൽവാസിയുമായി ബന്ധപ്പെട്ട ഹക്കുകൾ അതിൻ്റെ അദാബുകളുടെ കിതാബുകളിൽ ഒരുപാടുണ്ട്. ഇവിടെ പറയുന്ന ഈ ഒരു ഹക്ക് എന്ന് പറയുന്നത്, അയൽവാസി അങ്ങനെ ഒരു മരത്തടിയോ മറ്റോ ഒക്കെ അയാൾക്കൊരു ഇങ്ങനെ വെക്കേണ്ടതുണ്ട്. നിന്റെ മതിലിലേക്ക് അത് വരും ഒരു സപ്പോർട്ടിന്. ചിലപ്പോൾ രണ്ടാൾക്കും കൂടി ഒരു ചുമരേ ഉള്ളൂ, നമുക്ക് ചുമരിൽ വെക്കേണ്ടതായ വല്ല ഒരു ചുമരിലൊരു ക്ലാമ്പ് അടിക്കുക, അല്ലെങ്കിൽ ചുമരിലേക്ക് ഒരു ഷീറ്റ് ഇറങ്ങി വരുന്ന രൂപത്തിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് തടയാൻ പാടില്ല എന്നാണ്. എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ലാക്കിൻ ഹാദാ മുഖയ്യദുൻ ബിശർത്ത്, പക്ഷെ ഇതൊരു നിബന്ധന, ഒരു ക്ലോസ് ഉണ്ട്. വഹുവ അല്ലാ യതദററൽ ജിദാർ, ആ മതിൽ പൊട്ടുന്ന രൂപത്തിലൊന്നും ഉണ്ടാകാൻ പാടില്ല. അയൽവാസി വലിയൊരു മരം കൊണ്ടുവന്നിട്ട് അവിടെ ചാർത്തി വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം മതിൽ പൊട്ടി പോവുക, ആ രൂപത്തിലേക്ക് പാടില്ല. എന്തുകൊണ്ടാണ്? അത് ദീനുൽ ഇസ്ലാമിന്റെ പൊതുതത്വമാണ്, ഹദീസാണ്. ലാ ദററ വലാ ദിറാർ, നീ സ്വന്തത്തിന് ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല, മറ്റുള്ളവന് ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല, അല്ലേ? അപ്പം എല്ലാ നിലക്കും എപ്പോഴും അനുവദിക്കാന്നല്ലേ. ഇപ്പം അയൽവാസി വലിയൊരു കോൺക്രീറ്റിന്റെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ വലിയ നിലക്ക് വെയിറ്റുള്ളൊരു സാധനം കൊണ്ടുവന്ന് നമ്മളെ ദുർബലമായ മതിലിന്റെ മേലെ, സ്നേഹമതിൽ എന്നൊക്കെ പറഞ്ഞ പോലത്തെ മതിലാണ്, നേര് മതിലായിരിക്കും, അതിന്റെ മേലെ കൊണ്ടുവന്ന് വെച്ചാൽ എന്താവും, ആ മതിൽ ഒന്നാകെ പൊളിഞ്ഞു പോകും. ചിലപ്പോൾ അപ്പുറത്ത് നമ്മൾ വീടുണ്ടെങ്കിൽ അതിന്റെ മേലെ ആവും, അപകടമൊക്കെ ഉണ്ടാവാം. അന്നേരം തടയാം, അതല്ലാതെ ഇത് നിരുപാധികമായി അല്ല. എന്നാൽ നമുക്കൊരു പ്രശ്നവും, നമുക്കൊരു ഒരു പ്രയാസം ഉണ്ടാകുന്ന ഒരു കാര്യമല്ല, നമുക്കൊരു ഉപദ്രവവും ഇല്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഒരിക്കലും തടയാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് വാജിബാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇത് വാജിബാണ്, കാരണം നിനക്കൊരു പ്രയാസമില്ല. അയൽവാസി അവിടെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നൊരു സാധനം
ഇങ്ങനെ ചാർത്തി വെക്കുന്നത്, നിന്റെ വീട്ടിലേക്ക് ഒരു പ്രയാസമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഖേദകരമെന്ന് പറഞ്ഞിട്ട് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഇത്തരം കാര്യങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നത് കാണാൻ സാധിക്കും. എന്തെങ്കിലുമൊക്കെ ഒരു മുള അവിടെയൊക്കെ കെട്ടി, ഒരു മരം അവിടെ കെട്ടിക്കഴിഞ്ഞാൽ അത് വന്ന് പൊട്ടിച്ചിടുക. ചിലപ്പോൾ ഇവന് വലിയ പറമ്പുണ്ടാവും, ആ ഭാഗത്തേക്ക് ഒരു പ്രശ്നം ഇവനുണ്ടാവില്ല. പക്ഷെ എന്നാലും എൻ്റെ മതിലിനെ കൊണ്ട്, ഞാൻ കെട്ടിയ മതിലാണ്, ചിലപ്പോൾ ഇവൻ കെട്ടിയ മതിൽ ചിലപ്പോൾ 2 ലക്ഷം റുപ്യ എടുത്ത് കെട്ടിയ മതിലായിരിക്കും. അപ്പം അങ്ങനെ അതിലൊരാൾക്ക് ഒരു ഉപകാരം കിട്ടേണ്ടതില്ല എന്ന രൂപത്തിലൊക്കെ ചിന്തിക്കുന്ന മോശപ്പെട്ട മനസ്സിൻ്റെ ആളുകളുണ്ട്. ഇസ്ലാം വളരെ നിലക്ക് ഏറ്റവും നല്ല, അവൻ അകറ്റാത്ത രൂപത്തിൽ, ഏറ്റവും കൂടുതൽ അവന് ഹൈറുണ്ടാകുന്ന രൂപത്തിൽ എന്താ വേണ്ട നീ ചെയ്തോളൂ, ആ രൂപത്തിൽ അവരോട് പെരുമാറാനാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇത് ആ നിലക്ക് നമ്മൾ അയൽവാസി ബന്ധങ്ങൾ, ഇത് ഒരു വിഷയം പറഞ്ഞതല്ല, ഇത് ഏത് വിഷയമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഈ ഒരൊറ്റ വിഷയത്തിൽ, മരത്തടി വെക്കുന്ന വിഷയത്തിൽ മാത്രമല്ല, സമാനമായ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരാൾക്കൊരു പറമ്പുണ്ട്. അപ്പം അപ്പുറത്തെ പറമ്പിലാണ് വെള്ളത്തിന്റെ സ്രോതസ്സുള്ളത്. ഇയാൾക്ക് ഇതിന്റെ ഇപ്പുറത്തുള്ള പറമ്പിലേക്ക്, നടുവിൽ മറ്റൊരാളുടെ പറമ്പാണ്. അപ്പം വെള്ളം ഇവിടത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ നടുവത്തെ ആളിത് തടസ്സം ഉണ്ടാക്കുകയാണ്. ഈ നടുവത്തെ വ്യക്തിയുടെ പ്ലോട്ടിലേക്ക് കൂടി ഈ ഒരു ഓവുചാലോ അല്ലെങ്കിൽ ആ രൂപത്തിൽ ചെറിയൊരു തോട് വെട്ടി വെള്ളം ഇങ്ങോട്ട് വരുന്നതിന് കൊണ്ട് ഇയാൾക്ക് യാതൊരു പ്രയാസമില്ല. അങ്ങനെ ഒരു സാഹചര്യമാണ്. വിഷയം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ ഇങ്ങനെയാണ്, ഇയാൾക്കൊരു പ്രയാസമില്ല. വെള്ളം ഇതിലേക്ക് പോയാൽ, പ്രത്യേകിച്ചും ആ നാടുകളിലൊക്കെ വെള്ളം അങ്ങനെ എല്ലായിടത്തും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വെള്ളം പോവുകയാണെങ്കിൽ ഇയാൾക്കും അതുകൊണ്ട് ഉപകാരം, ഇയാൾക്കൊരു ദോഷമില്ല എന്ന് മാത്രമല്ല ഇയാൾക്കും അത് ഉപകാരമാണ്. പക്ഷേ ഇവന്റെ ദുഷ്ടചിന്ത, അവിടെയുള്ള വെള്ളം അങ്ങനെ എൻ്റെ പറമ്പിൽ കൂടെ അപ്പുറത്തേക്ക് പോകണ്ട, അങ്ങനെ വേറെ വഴിയില്ല ഇങ്ങോട്ടേക്ക് വെള്ളം എത്തിക്കാനുള്ളത്, അപ്പോൾ തടയുമെന്ന് പറഞ്ഞപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്റെ വയറ്റിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം കടത്തിയിട്ടാണെങ്കിൽ ഞാൻ അപ്പുറത്തേക്ക് എത്തിക്കും എന്ന് വളരെ ശക്തമായി പറയാണ്. അപ്പോൾ അതിൽ നിന്ന് പണ്ഡിതന്മാർ പറയുന്നത് വാജിബാണ്. നമുക്കൊരു ഉപദ്രവം ഇല്ലെങ്കിൽ, നമുക്കൊരു പൈപ്പ് നമ്മളെ വീട്ടിൽ കൂടെ അങ്ങനെ അപ്പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ യാതൊരു തടസ്സം ഉണ്ടാക്കാൻ പാടില്ല. ചിലപ്പോൾ അത് ഇലക്ട്രിക് പോസ്റ്റ് ആവാം. ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഒരു വിഷയം മാത്രമല്ല, നമ്മൾ പുറകിലേക്ക് കൂടി അവിടെ പോസ്റ്റ് വെച്ച് നമ്മളെ വീട്ടിന് മുന്നിലേക്ക് മേലെ കൂടി പോകണം. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഒരു ഉപദ്രവം ഉണ്ടാവുകയില്ല. ആ കമ്പിയോടെ വരുന്നത് കൊണ്ട് നമ്മുടെ വീട്ടുകാർക്ക് വീട്ടിൽ ഒരു പ്രയാസം ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ഒരുപാട് സ്ഥലം ഉണ്ടാവും. ഇല്ല, അതിങ്ങനെ എൻ്റെ വീട്ടിൽ കൂടെ പറ്റൂല, നീ വേണമെങ്കിൽ അങ്ങനെ വളച്ച് കെട്ടി ഇങ്ങനെ തിരിച്ചു വേണേൽ പൊയ്ക്കോളൂ, ഈ രൂപത്തിലുള്ള മോശം സ്വഭാവം ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഹദീസിന്റെ അവസാനത്തിൽ റാവിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, സുമ്മ യഖൂലു അബൂ ഹുറൈറ, കേട്ട താബി പറയാണ്, അബൂ ഹുറൈറ പറയാണ്, മാലി അറാക്കും അൻഹാ മുഅ്രിദീൻ വല്ലാഹി ലഅർമിയന്ന ബിഹാ ബൈന അക്താഫിക്കും, നിങ്ങൾ എന്താണ് ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ അകന്നു പോകുന്നതായിട്ട് ഞാൻ കാണുന്നത്, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലഅർമിയന്ന ബിഹാ ബൈന അക്താഫിക്കും, നിങ്ങളെ ചുമലിലേക്ക് കൂടി ഞാൻ ഈ പറയുന്ന എന്ത് ചെയ്യും, ഈ ഖശബ മരം നിങ്ങളെ ചുമലിലേക്ക് കൂടി കടത്തിയിട്ടാണെങ്കിൽ ഞാൻ അപ്പുറത്തേക്ക് എത്തിക്കും എന്നാണ്. ഇതിന് 2 രൂപത്തിൽ പണ്ഡിതന്മാർ ലഅർമിയന്ന, ഞാൻ എറിയും അല്ലെങ്കിൽ വെക്കുമെന്ന് പറയുന്നത് 2 രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു അദ്ദേഹം അതിന്റെ ഈ ഹദീസ് കൊണ്ട്, സുന്നത്ത് കൊണ്ട്, തെളിവ് കൊണ്ട് അദ്ദേഹം ഈ വിഷയം അവിടെ സ്ഥാപിച്ച ആളുകളെ പഠിപ്പിക്കും എന്നാണ് ഒരർത്ഥം. രണ്ടാമത്തത് പറഞ്ഞിട്ടുള്ളത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെയാണ്, നിന്റെ ചുമലിന്റെ മേലെ വെച്ചിട്ട് വടി അപ്പുറത്തേക്ക് എത്തിക്കണമെങ്കിൽ അത് ഞാൻ ചെയ്യും, നീ അങ്ങനെ തടയാൻ പാടില്ല എന്ന നിലക്കാണ്. അന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനയിലെ അമീറാണ് ആ കാലഘട്ടത്തിൽ. അപ്പം പറയുന്നതാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം, നമുക്കൊരു ലററും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ഒരിക്കലും തന്നെ നമ്മുടെ അയൽവാസിക്ക് ഉണ്ടാകുന്ന ഒരു ഉപകാരം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തടയാൻ പാടില്ല. നമുക്കൊരു ഉപദ്രവം അതുകൊണ്ടില്ല. എന്നാൽ നമ്മൾ അയൽവാസിക്ക് തടയാൻ പാടില്ല. ചില ആളുകൾ അങ്ങനെയാണ്, ചിലപ്പോൾ അവിടെ ഒരു മരം ഉണ്ടാകും, ചിലപ്പോൾ 1-2 ഇലയൊക്കെ അവിടെ വീഴുന്നുണ്ടാവും, വലിയ പ്രയാസമൊന്നുമില്ല ഇല വീഴുന്നതുകൊണ്ട്. അപ്പോൾ അവനോട് അത് മുറിക്കണം. ചിലപ്പോൾ അവൻ നല്ല തണൽ കിട്ടുന്ന നല്ല ഉപകാരം ഉണ്ടാകുന്ന ഒരു മരമായിരിക്കും, പക്ഷെ ഇവനൊരു വാശിയായിരിക്കും, അത് നീ മുറിച്ചേ പറ്റുള്ളൂ, അത് അങ്ങനെ ആക്കിയേ പറ്റുള്ളൂ, നീ ഈ രൂപത്തിൽ ഉണ്ടാകരുത്. ആ രൂപത്തിൽ നമുക്കൊരു ലററുമില്ല. നമുക്ക് കാര്യപ്പെട്ട ലററുണ്ടെങ്കിൽ ശരിയാണ്, ദീനുൽ ഇസ്ലാം പറഞ്ഞ അടിസ്ഥാനത്തിൽപ്പെട്ടതാണ് ലാ ദററ വലാ ദിറാർ. അത് ഓരോരുത്തരും തന്റെ അയൽവാസിക്ക് ഞാനൊരു ഉപദ്രവം ഉണ്ടാക്കുന്നില്ല എന്ന് ഉദ്ദേശിക്കേണ്ട കാര്യമാണ്. ഇപ്പം നമ്മളെ വീട്ടിൽ നിന്ന് പോകുന്ന ഒരു വെള്ളത്തിന്റെ ഒരു പാത്തിയാണെങ്കിൽ ശരി, അത് അപ്പുറത്തെ വീട്ടിലേക്ക് പോയി അവിടെ വലിയ കുഴി ഉണ്ടാവുക അല്ലെങ്കിൽ അവന് വലിയ ഉപദ്രവം ഉണ്ടാകുക, അത് നമ്മൾ ചെയ്യാൻ പാടില്ല. അത് ഓരോരുത്തരും നമ്മൾ ചെയ്യണം. നമ്മുടെ ഭാഗത്തുനിന്നൊരു ഉപദ്രവം മറ്റവനുണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് പോകുന്ന ഒരു കാര്യം അപ്പുറത്തവനൊരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല എന്ന് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ എൻ്റെ അയൽവാസിക്ക് ഞാൻ പരമാവധി ഹക്ക് കൊടുക്കേണ്ടതുണ്ടെന്ന് ഓരോരുത്തരും ചിന്തിക്കണം. അപ്പോൾ അവകാശങ്ങളെക്കുറിച്ച് ഓരോരുത്തരും ചിന്തിക്കുക, ബാധ്യതകളെക്കുറിച്ച് ഓരോരുത്തരും ചിന്തിക്കുക. ഇങ്ങനെ ചെയ്താൽ മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധവും ഏറ്റവും നല്ല രീതിയിലായിരിക്കും എന്നുള്ളത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ബാബിലുള്ള അവസാനത്തെ ഹദീസ്, അൻ ആയിഷ റളിയല്ലാഹു അൻഹാ أن رسول الله صلى الله عليه وسلم قال من ظلم قيد شبر من الأرض طوقه من 7 أراضين. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ളലമ ഖീദ ശബ്രി മിനൽ അർദ്, ആരെങ്കിലും ളുൽമ ചെയ്തുകൊണ്ട്, അക്രമം ചെയ്തുകൊണ്ട് ഒരു ഷിബർ, ഒരു ചാണ് ഭൂമി ഒരാൾ എന്ത് ചെയ്തു, അത് അന്യായമായി കട്ടെടുത്തു, ഒരു ചാണ് മാത്രം എടുത്തു,
തുവിഖഹു മിൻ സബ്ഇ അർദീൻ. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ഭൂമികൾ കൊണ്ട് ഒരാളുടെ കഴുത്തിനെ അത് ചുറ്റിപ്പൊതിയുന്നതാണ്. പരലോകത്തുള്ള അവസ്ഥകൾ നമുക്കറിയില്ല. മനുഷ്യരുടെ അവസ്ഥകൾ വലുതാണ്. അവിടെ മനുഷ്യന്റെ രൂപവും ഭാവങ്ങളും എല്ലാം വലുതാണ്. അതുകൊണ്ട് നമുക്കത് ഇപ്പോൾ അത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ ഇത് ഹദീസിൽ വളരെ കൃത്യമായി വന്നു. ഒരാളുടെ ചുമലിലേക്ക് 7 ഭൂമിയുടെ അത്രയും വലിപ്പം, നിന്ദ്യതയുടെ ഒരവസ്ഥയായിരിക്കും. ഇവിടെ പറയുന്നത് ഒരു ചാണ് അന്യായമായി മോഷ്ടിച്ചെടുത്ത ഒരു വിഷയമാണ്, പണ്ഡിതന്മാരുടെ വിഷയമാണ്. ഒരു ചാണിന്റെ കാര്യമാണ്. യഥാർത്ഥത്തിൽ ഒരു ചാണ് കൊണ്ട് ചിലപ്പോൾ വലിയ ഉപകാരം ഉണ്ടാവില്ല. ആളുകൾ എടുക്കുമ്പോൾ അതിനേക്കാളും കൂടുതലൊക്കെ എടുക്കും. ചിലപ്പോൾ ഒരു സെന്റൊക്കെ അപ്പുറത്തുനിന്ന് എടുക്കും, അല്ലെങ്കിൽ ആ രൂപത്തിലൊരു ഫീറ്റോ അതിനെ കൂടുതലൊക്കെ ചിലപ്പോൾ ആളുകൾ എടുത്തേക്കാം. ഇവിടെ ഒരു ചാണ് ചെയ്താൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇതാണ്. അതേത് സ്ഥലത്താണ്, വീടിന്റെ സ്ഥലമാണെങ്കിലും ശരി, അതല്ല കോംപ്ലക്സിന്റെ സ്ഥലമാണെങ്കിലും ശരി, അതല്ല വലിയ പറമ്പുകളാണെങ്കിലും ശരി, അന്യൻ്റേത് ഒരു ചാണ് പോലും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളെപ്പോഴും അതിൽ സൂക്ഷ്മത കാണിക്കേണ്ട കാര്യമാണ്. അങ്ങനെ നമ്മൾ അന്യായമായി എടുക്കുകയാണെങ്കിൽ തുവിഖഹു മിൻ സബ്ഇ അർദീൻ, 7 ഭൂമികൾ കൊണ്ട് അവന്റെ ചുമലിൽ അണീക്കപ്പെടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഇത്തരം ദുൽമ് ഹദീസിൽ പറഞ്ഞത് അൽദുൽമു ദുലുമാത്തുൻ യൗമൽ ഖിയാമ, ദുനിയാവിൽ ചെയ്യുന്ന അക്രമം എന്ന് പറയുന്നത് പരലോകത്ത് ഇരുട്ടുകളായിരിക്കും. അപ്പോൾ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഈ രൂപത്തിൽ ഒരുമിച്ചിട്ടൊക്കെ സ്ഥലങ്ങളൊക്കെ വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ഇന്നതാണ്, പക്ഷെ ഒരു കാലത്ത് വാങ്ങിയതായിരിക്കും. പക്ഷെ പിൽക്കാലത്ത് നമ്മൾ അതിന്റെ ബോർഡറൊക്കെ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അത് വളരെ കൃത്യമായി ശ്രദ്ധിച്ച് ആളൊന്ന് തിട്ടപ്പെടുത്തി നമ്മുടേത് ഇത്രയാണ്, ഇന്ന ആളത് ഇട്ടതാണ്, ആ രൂപത്തിൽ എടുക്കുക. ചില ആളുകൾ എന്ത് ചെയ്യും, അറിവില്ലാത്ത ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ആ നിലക്ക് വിവരമില്ലാത്ത ആളുകളാണെങ്കിൽ അവരെ വഞ്ചിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ആ നിലക്ക് എന്ത് ചെയ്യും, അവരെ കുറച്ച് ഭൂമിയൊക്കെ പിടിച്ച് അങ്ങനെ പറ്റിച്ചു. ഞാനിതായാലും ഒരു ഗവൺമെന്റിന്റെ ഭൂമിയാണെങ്കിൽ പോലും നമുക്കത് എടുക്കാൻ അനുവാദമില്ല. നമുക്കെന്താണോ ഹക്കായിട്ടുള്ളത് അതുമാത്രം നമ്മൾ എടുക്കുക. അതല്ലാത്തതായി ഒരു ഹക്കും നമുക്ക് കവർന്നെടുക്കാൻ പാടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത്രയുമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചത്. ഇൻഷാ അല്ലാഹ് അടുത്ത ബാബുൽ ലുഖത എന്ന് പറയുന്ന ബാബ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. وهذا والله تعالى أعلم وصلى الله على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.